ജൂൺ 21 നമ്മൾ അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നത്. നമ്മുടെ ഈ കോർപ്പറേറ്റ് ലോകത്തിൽ നമുക്ക് കൂടുതലും എക്സസൈസ് അല്ലെങ്കിൽ യോഗ ഒന്നും ചെയ്യാനായിട്ട് നമുക്ക് സമയം കണ്ടെത്താൻ വളരെ പാടാണ്. സോ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ നമുക്ക് വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസുകളിൽ നമ്മൾ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസുകൾ അല്ലെങ്കിൽ യോഗാസനങ്ങളാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ പ്രധാനമായും നമ്മൾ ഇരുന്നു കൊണ്ടുള്ള കൂടുതലും നമ്മൾ ഇരുന്നുള്ള ജോലിയിൽ ഏർപ്പെടുന്ന ആൾക്കാർക്ക് കൂടുതലും നടുവേദന, വയറുവേദന, അല്ലെങ്കിൽ കഴുത്ത് വേദന, ഷോൾഡർ പെയിൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലും നമുക്ക് ഉണ്ടാകാറുണ്ട്. സോ അതിനൊക്കെ ഒരു റിലീഫ് എന്നുള്ള രീതിക്കാണ് നമ്മൾ കുറച്ച് ആസനാസ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രെയിറ്റ് ഇരിക്കുക, ചെയറിൽ നമ്മൾ സ്ട്രെയിറ്റ് തന്നെ ഇരിക്കുക. എന്നിട്ട് നമ്മുടെ രണ്ട് കൈകളും നമ്മുടെ തുടകളിൽ അമർത്തി പിടിക്കുക. അതിനുശേഷം ചാരി ഇരുന്നുകൊണ്ട് തന്നെ സ്ട്രെയിറ്റ്, അതായത് നട്ടെല്ല് നിവർന്നിരുന്നു കൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ശ്വാസം എടുത്ത് വിടുക, അതായത് പ്രാണായാമ. ഇപ്പോൾ നമുക്ക് കണ്ണടച്ചത് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. കാരണം നമ്മൾ ശ്വാസത്തിന് ശ്രദ്ധിച്ച് നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ ഉള്ളിൽ ശ്വാസോച്ഛ്വാസം നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഏതൊരാസന നമ്മൾ ചെയ്യുന്നെങ്കിലും ഒരു 10 ബ്രീത്തിങ് എടുത്ത് വിടുക. നോർമൽ ബ്രീത്ത് മതി, ഡീപ്പ് ബ്രീത്ത് വേണ്ട. ഓക്കെ, സോ ഫസ്റ്റ് വൺ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരെ ചാരിയിരുന്ന്, ചെയറിൽ നന്നായിട്ട് ചാരിയിരുന്ന് കൈ രണ്ടും തടകളിൽ അമർത്തി നന്നായിട്ട് ഡീപ്പ് ബ്രീത്ത് അല്ലെങ്കിൽ നോർമൽ ബ്രീത്ത്. ഓക്കെ, ഇത് ഒരു 10 തവണ കണ്ടിന്യൂ ചെയ്യുക. അതുകൂടെ നിർത്തുക. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ഒരു സ്ട്രെച്ചാണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ക്യാറ്റ് ആൻഡ് കൗ പോസ് അല്ലെങ്കിൽ മാർജാരാസനം. ആക്ച്വലി നമ്മൾ മാറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കത് മുട്ടുകുത്തി നിന്ന് വളഞ്ഞൊക്കെ ചെയ്യാൻ. അപ്പം നമുക്കൊരു യോഗ മാറ്റ് ഇല്ല, നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്ട്രെച്ചിങ് നമുക്ക് വേണം, അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ നമുക്ക് ഇപ്പോൾ ചെയറിൽ തന്നെ ഇരിക്കുക. രണ്ട് കൈയും രണ്ട് കാൽമുട്ടിലോട്ട് നീട്ടി പിടിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നിവർന്നിരിക്കുക. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് സൈഡ് ചെരിഞ്ഞ് കാണിച്ചു തരാം. ചെയറിൽ നമ്മൾ ഇരിക്കുന്ന ചെയറിൽ തന്നെ അപ്പോൾ രണ്ട് കൈയും നമ്മുടെ മുട്ടിൽ പിടിക്കുക. നമ്മൾ നേരെ നിവർന്നിരിക്കുക. എന്നിട്ട് ക്യാറ്റ് ആൻഡ് കൗ പോസാണ് മാർജാരാസനം. അപ്പം ആദ്യം നമ്മൾ നമ്മുടെ മുതുക് നമ്മൾ വളഞ്ഞ് ശ്വാസം നന്നായിട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നിവറുക, ശ്വാസം നന്നായിട്ട് വിടുക. ഓക്കെ, സോ ഇൻഹേൽ ആൻഡ് എക്സേൽ. ഓക്കെ, ഇതൊരു 10 തവണ, വെരി സിമ്പിൾ എക്സസൈസ് ആണ്. ഇതൊരു 10 തവണ ചെയ്യുക. ഇതൊരു മാർജാരാസനം. ഓക്കെ, അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മത്സ്യേന്ദ്രിയാസനം, ഒരു ട്വിസ്റ്റിംഗ്, സൈഡ് ട്വിസ്റ്റിംഗ് പോസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ ഇങ്ങനെ ഇരുന്നുള്ള വർക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ നട്ടെല്ലിന് ഒരു വളവ് വരും. അപ്പോൾ അങ്ങനെയുള്ള നട്ടെല്ലിന് വളവ് വരുമ്പോൾ നമുക്ക് ചെറിയ വേദന, ഷോൾഡർ പെയിൻ ഒക്കെ വരും. അപ്പോൾ ഇതിന് കുറച്ച് ട്വിസ്റ്റിംഗ് എക്സസൈസും ആവശ്യമാണ്. അങ്ങനെയുള്ള ഒരെണ്ണമാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്, മത്സ്യേന്ദ്രാസന. അപ്പോൾ അതിന് നമ്മൾ ഇരുന്നു കൊണ്ട് തന്നെ നമ്മൾ രണ്ട് കൈയും രണ്ട് കാൽമുട്ടിലോട്ട് പിടിക്കുക. അതിനുശേഷം വലത് കാൽമുട്ടി തൊടുക. അപ്പോൾ നമ്മുടെ ഈ കൈ നമ്മുടെ ചെയറിൻ്റെ ബാക്കിലോട്ട് ട്വിസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഇരുന്ന് കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഈ നോട്ടം വലത് കൈയുടെ കൈമുട്ടിലോട്ടായിരിക്കും. ഞാൻ ചെരിഞ്ഞു, അതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വലത് കാലിൽ ഇടത് കൈ പിടിക്കുക. ചെയറിൻ്റെ സൈഡിൽ വലത് കൈ, നമ്മുടെ നോട്ട് വലത് കൈമുട്ടിലായിരിക്കും. ഓക്കെ, അങ്ങനെ റിപ്പീറ്റ്. ഇപ്പോൾ നമ്മൾ വലത് സൈഡാണ് ചെയ്തത്, അതുപോലെ തന്നെ ഇടത് സൈഡ്. നമ്മുടെ നോട്ടം ഇടത് കൈമുട്ടിലായിരിക്കും, നമ്മുടെ വലത് കൈ ഇടത് കാൽമുട്ടിലായിരിക്കും. ഇങ്ങനെ ഒരു 10 ടൈംസ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഈ രണ്ട് സൈഡിൽ നല്ല സ്ട്രെച്ച് കിട്ടും, സൈഡ് സ്ട്രെച്ച് കിട്ടും. നമ്മുടെ സ്പൈനിനത് ഏറ്റവും നല്ലതാണ്. ഓക്കെ, അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൈയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഉള്ളൊരു ആസനമാണ്. ഓക്കെ, അത് നമ്മൾ അർദ്ധകടി ചക്രാസനം എന്ന് പറയും. അർദ്ധകടി. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് കൈയും രണ്ട് കാൽമുട്ടിലോട്ട് പിടിച്ച് റെസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഇടത് കൈ അവിടെ തന്നെ റെസ്റ്റ് ചെയ്തോട്ടെ. വലത് കൈ നമ്മൾ പതുക്കെ പൊക്കി ഷോൾഡറിന് നേരെ കൊണ്ടുവരിക. ഓക്കെ, അതിനുശേഷം ഈ കൈപ്പാദം മുകളിലോട്ട് ഉയർത്തുക. അത് നേരെ നമ്മുടെ ചെവിയിൽ മുട്ടിക്കുക. ഓക്കെ, അപ്പം നമ്മുടെ കൈ ചെവിയിൽ മുട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഇടത് സൈഡിലോട്ട് ചെരിയുക.
ഇടത് സൈഡിലോട്ട് എത്രത്തോളം ചെരിയാൻ പറ്റുന്നോ അത്രത്തോളം ചെരിയുക. നമ്മുടെ നോട്ടം മേലിലോട്ടായിരിക്കും. കാലിൻ്റെ 2 പാദവും തറയിൽ നന്നായിട്ട് പതിപ്പിച്ചായിരിക്കണം. ഓക്കെ. അത് കഴിഞ്ഞ് പതുക്കെ കൈ റിലീസ് ചെയ്യാം. നമ്മൾ എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ കൈ ആദ്യം നേരെ ഷോൾഡറിന് നേരെ പോവുക, കൈ പരം താഴ്ത്തുക, കൈ റിലീസ് ചെയ്യുക. അതുപോലെ തന്നെ ഇടത് സൈഡ് നമ്മൾ ഈ കൈ നേരെ ഇടത് കൈ നേരെ നമ്മുടെ ഷോൾഡറിന് നേരെ കൊണ്ടുവരിക, പാംസ് മേളിലോട്ട് ഫേസ് ചെയ്യുക, ഈ കൈ നേരെ നമ്മുടെ ചെവിയിലോട്ട് ടച്ച് ചെയ്യുക. ദെൻ സ്ട്രെച്ച്. നമ്മുടെ നോട്ടം ലെഫ്റ്റ് സൈഡിൽ മുകളിലോട്ടായിരിക്കും. 2 കാലും തറയിൽ തന്നെ പതിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ കൈ റിലീസ് ചെയ്യാം. ഇതും നമ്മുടെ ഒരു സൈഡ് സ്ട്രെച്ചിങ് പോസാണ്. സ്പൈനിന് നല്ലതായിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ് ഈ അർദ്ധകടി ചക്രാസന. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇപ്പം ബാക്ക് പെയിൻ ഉള്ളവർക്ക് അധികം ഞാനിത് പ്രിഫർ ചെയ്യില്ല. കാരണം നമ്മളിത് ചെയ്യാൻ പോകുന്ന പാദത്തിൽ പിടിച്ചുകൊണ്ടുള്ള ഒരാസനമാണ്. ഓക്കെ. അതിനായിട്ട് നമ്മൾ ഇരിക്കുന്നു. അതിനുശേഷം നമ്മൾ നമ്മുടെ 2 കാലിൻ്റെയും കാൽ വിരലുകളിലിട്ട് പിടിച്ച്, ഓക്കെ, അത് കഴിഞ്ഞ് 2 കൈ നേരെ വെച്ച് മേളിലോട്ട് പോയി കൈ താഴോട്ട് കൊണ്ടുവരുന്നു. ഓക്കെ. ഇത് ആക്ച്വലി ഇത് നമ്മുടെ നട്ടലിനും സ്പൈനിനും വളരെ നല്ലൊരു ആസനമാണ്. പിന്നെ ഡൈജഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ളൊരു ആസനമാണ് ഇത്. ഓക്കെ. അടുത്തത് നമ്മുടെ കാലിൻ്റെ ആംഗിള്, ഓക്കെ, അതായത് കാലിൻ്റെ കണങ്കാല് നമുക്ക് ആക്ടിവേറ്റ്, അത് എപ്പോഴും നമ്മൾ ഇരിക്കുവാണല്ലോ, അപ്പം കൂടുതൽ നമ്മുടെ കാലിൻ്റെ ഈ ബാക്കിലെ പേശികൾ അതെല്ലാം ഭയങ്കര ടൈറ്റായിട്ടിരിക്കും. അത് ലൂസാക്കാനായിട്ടുള്ള ഒരു എക്സസൈസാണ്. അതിന് ആക്ച്വലി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നേരെ ഇരിക്കുക, 2 കാലും നീട്ടിയിരിക്കുക. അതിനുശേഷം നമ്മൾ 2 കാൽപാദങ്ങളും ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ. അതൊരു 5 ടൈംസ് ക്ലോക്ക് വൈസ്, 5 ടൈംസ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇപ്പോൾ നമ്മൾ ബിഗിനർ ആണെങ്കിൽ നമുക്കത് 5 ടൈംസ് വെച്ച് ചെയ്യാം. പക്ഷേ കുറച്ച് അങ്ങോട്ട് നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറി വരുവാണെങ്കിൽ നമുക്ക് ഈ കൗണ്ട് ഇൻക്രീസ് ചെയ്യാം. 10 to 15 ടൈംസ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം, ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ. അതുപോലെ തന്നെയാണ് നമ്മൾ കാല് നീട്ടി വെച്ചിട്ടുള്ള അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്. കണങ്കാലുകൾ രണ്ടും നമ്മൾ അകത്തോട്ടും പുറത്തോട്ടും നിവർക്കുകയും വിടർത്തുകയും ചെയ്യുന്നു. ഓക്കെ. ഇത് നമ്മുടെ കാലുകളുടെ ബാക്കിലെ ഈ മസിൽസിനൊക്കെ നല്ലൊരു സ്ട്രെച്ച്, വലിവ് കിട്ടാൻ വളരെയധികം സഹായിക്കുന്ന ഒരു എക്സസൈസാണ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള എക്സസൈസ്. ഇനി നമുക്ക് ഓക്കെ അല്ലേ? ഇനി നമുക്ക് റെസ്റ്റിംഗ്, അതായത് നമ്മൾ കിടന്ന് നമുക്ക് ശവാസന ചെയ്യാൻ പറ്റില്ല, ഇരുന്ന് നമുക്ക് റെസ്റ്റിംഗ് പോസ് ചെയ്യാം. റെസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സസൈസ്, അതായത് നമ്മൾ ശ്വാസോച്ഛ്വാസത്തിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ കൈ രണ്ടും റെസ്റ്റ് ചെയ്ത് കണ്ണടച്ച് ശ്വാസത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് അത് ഒരു 10 ദീർഘശ്വസനം അല്ലെങ്കിൽ ഒരു 10 to 30 സെക്കൻഡ്സ് നമുക്ക് അങ്ങനെ റെസ്റ്റ് ചെയ്യാം. ശവാസനത്തിൽ നമുക്ക് എപ്പോഴും അതുപോലെ ഇരുന്നൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ശവാസനത്തിൽ ഇരിക്കാനൊന്നും പറ്റില്ല. പക്ഷേ നമ്മൾ കൂടുതലും ഒരു 10 to 15 ബ്രീത്തിന് ശ്രദ്ധിച്ചിരിക്കുവാണെങ്കിൽ അത് വളരെയധികം ഇഫക്റ്റീവ് ആയിരിക്കും നമ്മൾ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന ചെയർ യോഗാസനങ്ങൾ അല്ലെങ്കിൽ എക്സസൈസ്. അപ്പോൾ ഇത് നമ്മൾ ഒരു 30 സെക്കൻഡ്, ഏതൊരു ആസന ചെയ്താലും 30 സെക്കൻഡ് അത് ചെയ്യുക, അല്ലെങ്കിൽ 10 ദീർഘശ്വസനം വെച്ചിട്ട് ഈ എക്സസൈസ് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇത് ഒറ്റ സ്ട്രെച്ചിന് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഗ്യാപ്പ് ഇട്ട് നമുക്കിപ്പോൾ കാലാണോ കൈയാണോ അത് ഏത് പാർട്ടാണ്, നമുക്ക് ചിലപ്പോൾ സൈഡായിരിക്കാം അല്ലെങ്കിൽ സ്പൈനിൻ്റെ ഭാഗമായിരിക്കാം. അപ്പോൾ എവിടാണോ നമുക്ക് ടൈറ്റ്നസ് തോന്നുന്നത് ആ സമയത്ത് നമുക്ക് ചെയറിലിരുന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. 10 ദീർഘശ്വസനം എടുത്ത് ചെയ്യുക, അല്ലെങ്കിൽ 30 സെക്കൻഡ് ദൈർഘ്യമുള്ള എക്സസൈസ് ചെയ്യാം. വളരെ തുടക്കക്കാർക്ക് വേണ്ടി നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു 10 ആസനങ്ങളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ യോഗാസനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നിന്നുകൊണ്ട് ചെയ്യാം, ഇരുന്നു കൊണ്ട് ചെയ്യാം,
കമിഴ്ന്ന് കിടന്ന് ചെയ്യാം, മലർന്ന് കിടന്നും ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള വളരെ സിമ്പിളായിട്ടുള്ള വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന യോഗ മാറ്റിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ് പരിചയപ്പെടുത്താൻ പറ്റുന്നത്. ഈ തിരക്കേറിയ ഈ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അടുത്തുള്ള യോഗ സെൻറ്റർ നോക്കി കണ്ടുപിടിച്ച് ഒക്കെ പോയി ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുകളായിരിക്കും. അപ്പോൾ ഒരു യോഗ മാറ്റ് വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ നിന്നുകൊണ്ടുള്ള 1-2 ആസനാസ് പരിചയപ്പെടാം. ആദ്യമായി തന്നെ താടാസനം. താടാസനം എന്ന് പറഞ്ഞാൽ മൗണ്ടൻ പോസ്. അതിന് നമ്മൾ 2 കാലും ചേർത്ത് വയ്ക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ 2 കൈയും കോർത്ത് ചേർത്ത് പിടിക്കുക. ഓക്കെ, എന്നിട്ട് ഈ കൈ നമ്മൾ നേരെ നമ്മുടെ 2 ചെവിയുടെയും സൈഡിലോട്ട്, അതായത് 2 ചെവിയുടെയും സൈഡിൽ ടച്ച് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ടോസ്, അതായത് കാലിൻ്റെ വിരലുകൾ മാത്രം ഊന്നി കാലിൻ്റെ ഉപ്പൂറ്റി പൊക്കി കൊടുക്കുക. നമ്മുടെ നോട്ടം മേളിലോട്ടായിരിക്കണം. ഓക്കെ, ഇതാണ് താടാസനം. നമുക്ക് ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കാൻ ശ്രമിക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് പതുക്കെ കൈ താഴ്ത്തുക. ഓക്കെ, ഇത് താടാസനം. ഇത് തന്നെ നമുക്കൊരു 10 ടൈംസ് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, വീണ്ടും ഉപ്പൂറ്റി പൊക്കുക, നോട്ടം മേളിലോട്ട്, വീണ്ടും ഉപ്പൂറ്റി താഴ്ത്തുക, കൈ താഴ്ത്തുക. അഗെയിൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ 2 കൈയും നമ്മുടെ ചെവിയിൽ ടച്ച് ചെയ്തിരിക്കണം. ഓക്കെ, അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് വൃക്ഷാസനമാണ്. വൃക്ഷാസനം എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസിങ് പോസാണ്. ഓക്കെ, അത് നമ്മുടെ കോൺസെൻട്രേഷൻ, ശ്രദ്ധ ഇംപ്രൂവ് ചെയ്യാനും കൂടെയുള്ള ഒരു ആസനമാണ്. ബാലൻസിങ് പ്ലസ് കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ആസനമാണ്. വീട്ടിൽ നിന്ന് നമുക്ക് ലളിതമായി ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതിനായിട്ട് നമ്മൾ 2 കാലും അടുപ്പിച്ച് നിൽക്കുക. അതിനുശേഷം നമ്മുടെ വലത് കാല് ഇടത് കാലിൻ്റെ തൊടയിലോട്ട് എടുത്ത് വെക്കുക. ഓക്കെ, ഇടത് കാലിൻ്റെ തൊടയിലോട്ട് വയ്ക്കുക. ശേഷം 2 കൈയും നമ്മൾ സൈഡിലൂടെ കൊണ്ടുവന്ന് നമ്മുടെ ചെവിയിൽ ടച്ച് ചെയ്ത് നമ്മൾ നേരെ തന്നെ കൈകൂപ്പി പിടിക്കുക. നമ്മുടെ നോട്ടം ഒരേ ഒരു പോയിന്റിലോട്ടാക്കി ഫോക്കസ് ചെയ്താൽ നമുക്ക് കറക്റ്റ് ആ ബാലൻസിങ് പോസ് ചെയ്ത് നിൽക്കാൻ പറ്റും. ഓക്കെ, ഇത് നമ്മൾ വലത് സൈഡിലാണ് ഇപ്പോൾ ചെയ്തത്. നമ്മൾ എങ്ങനെയാണോ ഇത് ചെയ്ത് വന്നത് അതേപോലെ തന്നെ നമ്മൾ ആദ്യം കൈ താഴ്ത്തുക, അതിനുശേഷം കാല് താഴ്ത്തുക. ഇതാണ് വൃക്ഷാസനം. ഇത് നമ്മൾ വലത് സൈഡാണ് ഇപ്പോൾ ചെയ്തത്. അടുത്ത ഇടത് സൈഡ് ചെയ്യാം. അതിനായിട്ട് ഇടത് കാല് വലത് കാലിൻ്റെ തൊടയിലോട്ട് എടുത്ത് വെക്കുക. അതിനുശേഷം 2 കൈയും 2 സൈഡിൽ നിന്നും കൈകൂപ്പി ചെവിയിലോട്ട് വെച്ച് പിടിക്കുക. നമ്മുടെ നോട്ടം ഒരേ ഒരു പോയിന്റിലായിരിക്കണം. നോർമൽ ബ്രീത്തിങ് ഒരു 10 തവണ ശ്വാസം എടുത്ത് വിടാം. അത്രയും തവണ നിൽക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കത് പതുക്കെ പ്രാക്ടീസ് ചെയ്താൽ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് റിലീസ് ചെയ്യാം. ആദ്യം കൈ റിലീസ് ചെയ്യാം, അതിനുശേഷം കാൽ. ഓക്കെ, ഇതാണ് വൃക്ഷാസനം. അപ്പോൾ നിന്നുകൊണ്ടുള്ള 2 ആസനങ്ങളാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത്, താടാസനവും വൃക്ഷാസനവും. ഓക്കെ, അടുത്ത നമുക്ക് ഇരുന്ന് കൊണ്ടുള്ള ആസനാസം നോക്കാം. സിമ്പിളായിട്ടുള്ള എക്സസൈസാണ് നമ്മുടെ വജ്രാസനം. കാൽമുട്ട് കുത്തി ബാക്കിലോട്ട് ഇരിക്കുന്നതിനാണ് നമ്മൾ വജ്രാസനം അഥവാ ഡയമണ്ട് പോസ് എന്ന് പറയുന്നത്. അപ്പോൾ വജ്രാസനത്തിൽ ആദ്യം ഇരിക്കുക. അതിനുശേഷം നമ്മുടെ വലത് കൈ ഇടത് ഷോൾഡറിൽ പിടിക്കുക. ഓക്കെ, ഇടത് ഷോൾഡറിൽ പിടിക്കുക. ഇത് ഷോൾഡർ ബ്ലേഡിൽ പിടിക്കുക. ഇടത് കൈ വലത് ഷോൾഡർ ബ്ലേഡിൽ പിടിക്കുക. നമ്മുടെ നോട്ടം നേരെ മേളിലോട്ടായിരിക്കും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ മാണ്ഡൂകാസന എന്ന് പറയുന്നത്. ഈ പോസ് നിങ്ങളൊരു 10 ബ്രീത്തിങ്, നോർമൽ ബ്രീത്തിങ് എടുത്ത് നമ്മൾ ശ്വാസം എടുത്ത് വിടാം. ഒരു 30 സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കുവാണെങ്കിൽ അത് വളരെ നമ്മുടെ ബാക്ക്, അതായത് നമ്മളെ സ്പൈനിനും ബാക്കിനും നല്ലൊരു സ്ട്രെച്ച് കിട്ടുന്ന ഒരു എക്സസൈസാണിത്, മാണ്ഡൂകാസന. ഓക്കെ, അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ശശാങ്കാസനയാണ്. ശശാങ്കാസനയിൽ നമ്മൾ വീണ്ടും വജ്രാസനത്തിലിരിക്കുക. വജ്രാസനത്തിൽ ഇരുന്നതിന് ശേഷം 2 കൈകളും
രണ്ട് വശങ്ങളിലൂടെ തന്നെ മുകളിലോട്ട് പോയി നമ്മൾ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. കൈ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് നമ്മൾ മാറ്റിൽ വെക്കുക. എന്നിട്ട് നമ്മുടെ നെറ്റിയും കൈമുട്ടുകളും മാറ്റിൽ ടച്ച് ചെയ്യുക. ഇതാണ് ശശാങ്കാസന. ഇത് നമ്മുടെ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാനും നമ്മുടെ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു എക്സസൈസാണ്, ഒരു ആസനയാണ്. ഓക്കെ, വന്ന പോലെ തന്നെ നമുക്ക് തിരിച്ചു പോകാം. ഇതാണ് ശശാങ്കാസന. ഇതൊരു 30 സെക്കൻഡ് നമ്മളിത് നമ്മൾ ശശാങ്കാസനത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, നമ്മുടെ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാനും നല്ലതാണ്. ഓക്കെ, നമുക്ക് കാലിൻ്റെ സ്ട്രെച്ചിങ്ങിന് വേണ്ടിയിട്ട് നമുക്കൊരു ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻ പോസ് പരിചയപ്പെടാം. അത് വേറൊന്നുമല്ല, നമ്മൾ ആദ്യം ഇരിക്കുക. ഇരുന്നുകൊണ്ട് നമ്മൾ സുഖാസനത്തിലിരിക്കുക. സുഖാസനത്തിലിരുന്നതിന് ശേഷം നമ്മുടെ കാല് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുക. വലത് കാല് ഇടത് സൈഡിലോട്ടും ഇടത് കാല് വലത് സൈഡിലോട്ടും ക്രോസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം നമ്മുടെ രണ്ട് കൈയും രണ്ട് കാലിൻ്റെയും തള്ള വിരലുകളിൽ സ്ട്രെച്ച് ചെയ്ത്, അതായത് നമ്മുടെ കൈ സ്ട്രെച്ച് ചെയ്ത് തന്നെ പിടിക്കുക. ഇതാണ് വീരാസന അല്ലെങ്കിൽ ഹീറോ പോസ്. ഹീറോയിൻ പോസ് ഓർ ഹീറോ പോസ് എന്ന് പറയും. വീരാസന. തല നന്നായിട്ട്, അതായത് സ്പൈൻ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ഇത് വീരാസന. വെരി സിമ്പിൾ പോസാണ്, നമുക്ക് വീടുകളിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കാലിന് നല്ല ഒരു സ്ട്രെച്ചിങ് കിട്ടുന്ന ആസനയാണ്. ഇപ്പം നമ്മൾ റൈറ്റ് ലെഗാണ് മേളിൽ കൂടെ വന്നിരിക്കുന്നത്. ഇനി ഇത് ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ലെഫ്റ്റ് ലെഗ് റൈറ്റ് സൈഡിലോട്ട്, റൈറ്റ് ലെഗ് ലെഫ്റ്റ് സൈഡ്. നമ്മൾ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് മുട്ടും കാൽമുട്ടും ഒരേ ലൈനിൽ തന്നെ നിൽക്കുവാണെങ്കിൽ നമ്മളത് കറക്റ്റാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ അത് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, രണ്ട് കൈയും സ്ട്രെച്ച് ചെയ്ത് കാലിൻ്റെ തള്ളവിരലിൽ പിടിക്കുക. നോട്ടം നേരെ ആയിരിക്കണം. ഇതിനെ നമ്മൾ വീരാസന എന്ന് പറയുന്നു. ഹീറോ ഓർ ഹീറോയിൻ പോസ്. ഓക്കെ, ഇത് നമ്മൾ കമിഴ്ന്ന് കിടന്നുള്ള രണ്ട് ആസനാസാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ കമിഴ്ന്ന് കിടന്ന് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആസനമാണ് ഭുജംഗാസന. ഓക്കെ, സ്നേക്ക് പോസ് എന്ന് പറയാം. അപ്പോൾ അതിന് ഭുജംഗാസനയിൽ നമ്മൾ കമിഴ്ന്ന് കിടക്കുക. അതിനുശേഷം നമ്മുടെ രണ്ട് കൈപാദങ്ങളും നമ്മുടെ ചെസ്റ്റിൻ്റെ സൈഡിലോട്ട് കൊണ്ടുവരിക. ഓക്കെ, ചെസ്റ്റിൻ്റെ സൈഡിലോട്ട് കൊണ്ടുവരിക. എന്നിട്ട് പതുക്കെ നമ്മൾ കൈപ്പത്തി ഊന്നി കൈ സ്ട്രെച്ച് ചെയ്ത് മേളിലോട്ട് നോക്കുക. ഓക്കെ, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്കിന് നല്ലൊരു സ്ട്രെച്ച് കിട്ടും. പോരാത്തതിന് നമ്മുടെ ഷോൾഡേഴ്സ് രണ്ടും ഓപ്പൺ ആവും. ഓക്കെ, ഇതാണ് നമ്മൾ ഭുജംഗാസന എന്ന് പറയുന്നത്. ഇത് നമ്മളൊരു 10 ദീർഘശ്വാസം അല്ലെങ്കിൽ 10 നോർമൽ ബ്രീത്തിങ് എടുത്ത് വിടുക. 30 സെക്കൻഡ് ഈ ആസനത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. നമ്മുടെ നട്ടലിന് നല്ലൊരു സ്ട്രെച്ചിങ് കിട്ടുന്ന ഒരു ആസനയാണിത്, ഭുജംഗാസന. ഓക്കെ, അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്ന കമിഴ്ന്ന് കിടന്നുള്ള ആസനത്തിൽ അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ധനുരാസനയാണ്. ധനുരാസന ചെയ്യാനായിട്ട് നമ്മൾ കമിഴ്ന്ന് കിടക്കുക. രണ്ട് കൈയും നമ്മുടെ ചെസ്റ്റിൻ്റെ സൈഡിൽ വെക്കുക. അതിനുശേഷം നമ്മൾ രണ്ട് കാൽമുട്ടും മേളിലോട്ട് മടക്കുക. നമ്മൾ കണങ്കാല് പിടിച്ച് മേളിലോട്ട് നമ്മൾ സ്ട്രെച്ച് ചെയ്ത് നോക്കുക. ഇതാണ് നമ്മുടെ ധനുരാസന. ഇതിനകത്ത് നമ്മുടെ നാഭിയുടെ ഭാഗം, അതായത് പൊക്കിളിൻ്റെ ഭാഗം മാത്രമേ മാറ്റിൽ ടച്ച് ചെയ്ത് നിൽക്കുന്നുള്ളൂ. കാല് നമുക്ക് മാക്സിമം വലിച്ചു പിടിക്കാം. ഡൈജഷൻ, മെറ്റബോളിസം ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്ക് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ആസനമാണ് ധനുരാസന. ഓക്കെ, മേരുദണ്ഡാസനയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മേരുദണ്ഡാസനയിൽ തന്നെ അർദ്ധമേരുദണ്ഡാസനയും പൂർണ്ണ മേരുദണ്ഡാസനയും ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അർദ്ധമേരുദണ്ഡാസന പരിചയപ്പെടാം. ഓക്കെ, നമ്മൾ മാറ്റിലേക്ക് നിവർന്ന് കിടക്കുക. രണ്ട് കൈകളും രണ്ട് കാലുകളും അടുപ്പിച്ച് പിടിക്കുക. അതിനുശേഷം വലത് കാല് മേലോട്ട് പൊക്കുക.
ഓക്കെ. അതിനുശേഷം 2 കൈകളും കോർത്ത് പിടിച്ച് വലത് കാൽമുട്ടിൻ്റെ ബാക്കിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഓക്കെ. നമ്മുടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വലത് കാലിൻ്റെ വിരലുകൾ നമ്മുടെ ഫേസിനെ പോയിൻ്റ് ചെയ്തായിരിക്കും നിൽക്കേണ്ടത്. ഒരു 10 നോർമൽ ബ്രീത്ത് നമുക്ക് എടുത്ത് വിടാം. ഇതിനെയാണ് നമ്മൾ അർദ്ധമേരുദണ്ഡാസന എന്ന് പറയുന്നത്. ആദ്യം കൈകൾ റിലീസ് ചെയ്യുക, അതിനുശേഷം കാല് റിലീസ് ചെയ്യുക. അതിനുശേഷം ലെഫ്റ്റ് ലെഗ്, ഇടത് കാലും അതുപോലെ തന്നെ ചെയ്യാം. ഇടത് കാല് പൊക്കി കൈകൾ കൊണ്ട് ഇടത് കാൽമുട്ടിൻ്റെ ബാക്ക് സൈഡിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക. കാൽ വിരലുകൾ നമ്മുടെ ഫേസിനെ പോയിൻ്റ് ചെയ്തായിരിക്കും നിൽക്കുന്നത്. ഇതാണ് അർദ്ധമേരുദണ്ഡാസന. ഓക്കെ. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് പൂർണ്ണ മേരുദണ്ഡാസനയാണ്. ഇപ്പം നമ്മൾ ചെയ്തതിൻ്റെ അർദ്ധമേരുദണ്ഡാസനയുടെ ഫുൾ ഫോം. ഓക്കെ. പൂർണ്ണ മേരുദണ്ഡാസന. 2 കൈകളും 2 കാലുകളും അടുപ്പിച്ച് തന്നെ പിടിക്കുക. 2 കാലും മടക്കുക. ഓക്കെ. അതിനുശേഷം നമ്മൾ 2 കാലിൻ്റെയും തള്ളവിരലിൽ പിടിച്ചുകൊണ്ട് കാല് പൊക്കുക. ഓക്കെ. ഇതിനാണ് നമ്മൾ പൂർണ്ണ മേരുദണ്ഡാസന എന്ന് പറയുന്നത്. നമുക്കിത് ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ, അത് നമ്മുടെ കൈവിരലുകൾ കാൽവിരലുകളിൽ എത്തിയില്ല എങ്കിൽ നമുക്കിത് 2 കൈയും 2 കാൽമുട്ടിൻ്റെയും ബാക്കിലോട്ട് പിടിക്കാം. ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ കാൽവിരലുകളും നമ്മുടെ ഫേസിനെ പോയിൻ്റ് ചെയ്തായിരിക്കും നിൽക്കുന്നത്. ഇതാണ് പൂർണ്ണ മേരുദണ്ഡാസന. ഓക്കെ. കാല് മടക്കുക, സ്ട്രെയിറ്റ് ആക്കുക. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പവനമുക്താസനയാണ്. ആക്ച്വലി നമ്മുടെ ഡൈജഷനൊക്കെ വളരെ ഈസി ആയിട്ടൊക്കെയുള്ള ഒരാസനയാണ് പവനമുക്താസന. സോ പവനമുക്താസനയിൽ നമ്മൾ അർദ്ധപവനമുക്താസനയും പൂർണ്ണ പവനമുക്താസനയും ഉണ്ട്. ആദ്യം നമ്മൾ അർദ്ധപവനമുക്താസന ചെയ്യാം. അതിനാദ്യമായിട്ട് നമ്മൾ മലർന്ന് കിടക്കുക. 2 കൈയും 2 കാലുകളും അടുപ്പിച്ച് വയ്ക്കുക. വലത് കാൽമുട്ട് മടക്കി നമ്മൾ നെഞ്ചിനോടടുപ്പിക്കുക. ഓക്കെ. 2 കാൽമുട്ടും 2 കൈ കൊണ്ടും കാൽമുട്ടിനെ പിടിച്ച് അടുപ്പിച്ച് നമ്മുടെ നെറ്റി കാൽമുട്ടിൽ ടച്ച് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഓക്കെ. നമ്മൾ തുടക്കക്കാരാകുമ്പം ഇത് പെട്ടെന്ന് തന്നെ നെറ്റി മുട്ടിൽ ടച്ച് ചെയ്യണമെന്ന് വരില്ല, പക്ഷേ നമുക്ക് ശ്രമിക്കാം. ഇത് വളരെ എഫക്റ്റീവാണ്. ഓക്കെ. നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ആസന ചെയ്യുമ്പോൾ ശ്വാസം ഹോൾഡ് ചെയ്യരുത്, ശ്വാസം എടുത്ത് വിടുക. അപ്പോൾ ശ്വാസം എടുത്ത് വിട്ടില്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഉളുക്കുകൾ എന്തെങ്കിലും വരാനും ഒക്കെയുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അർദ്ധപവനമുക്താസനയാണ്. അതിൻ്റെ ഇടത് വശം ചെയ്യാം. ഇടത് കാൽമുട്ട് മടക്കുക, നെഞ്ചിനോട് അടുപ്പിച്ച് പിടിക്കുക, എന്നിട്ട് നെറ്റി കാൽമുട്ടിലോട്ട് ടച്ച് ചെയ്യുക. ഇതാണ് നമ്മുടെ അർദ്ധപവനമുക്താസന. അടുത്ത നമ്മൾ പൂർണ്ണ പവനമുക്താസന ചെയ്യാനായിട്ട് ഇതുപോലെ തന്നെ 2 കാൽമുട്ടും ഒരുമിച്ച് മടക്കുക, നെഞ്ചിനോട് അടുപ്പിക്കുക. അതിനുശേഷം ഒന്നുകിൽ നമുക്ക് കൈ കോർത്ത് പിടിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ 2 കാൽ വെള്ളയുടെ അടിയിലോട്ട് നമ്മുടെ കൈ പിടിച്ചിട്ട് നെറ്റി കാൽമുട്ടുകളിലോട്ട് മുട്ടിക്കാം. നമ്മൾ ബ്രീത്ത് എടുത്ത് വിടുക, അതാണ് മെയിനായിട്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ കിടന്നുകൊണ്ടുള്ള ആസനാസ്. അപ്പോൾ ഇതൊക്കെ വളരെ ലളിതമായിട്ടുള്ള ആസനാസാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയത്. ഈ സിറ്റിംഗ് ആസന, സ്റ്റാൻഡിങ് ആസന, കമിഴ്ന്ന് കിടന്നുള്ള ആസന ആൻഡ് മലർന്ന് കിടന്നുള്ള ആസന, സുപ്പൈൻ ആൻഡ് പ്രോണാസനാസ്. അപ്പോൾ ഇതൊക്കെ വളരെ ലളിതമായി നമുക്ക് വീട്ടിൽ ഒരു യോഗ മാറ്റ് അല്ലെങ്കിൽ കട്ടിയുള്ള ഒരു ബെഡ്ഷീറ്റ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ആസനാസ് ആണ്. അപ്പോൾ ഇത്രയും ആസനങ്ങളാണ് നമ്മൾ സിമ്പിളായിട്ട് ഒരു യോഗ മാറ്റ് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു യോഗാ ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.